ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാലോ ഡാൻസിനുള്ളതല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. മറ്റേ ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ഞങ്ങളുടെ രണ്ട് ഡാൻസിന് വീഡിയോ ഉണ്ടാവുന്ന സ്റ്റേജിൽ വെച്ച് എടുക്കാൻ പറ്റില്ലായിരുന്നു. ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കില്ലേ, വീഡിയോ ഒക്കെ എടുക്കില്ല. അതുകൊണ്ട് ഫോൺ ഉണ്ടാകുന്നില്ല അന്ന്, കാരണം ഫോണിൽ അപ്പം ചാർജൊന്നും ഉണ്ടായില്ലാന്ന്. അങ്ങോട്ടേക്ക് ഉണ്ടോന്ന് 100 ഉണ്ടായതാണ്, പക്ഷേ കുറേ ദൂരമൊന്നും ഉണ്ടായില്ല. പക്ഷെ നടന്നാന്ന് തോന്നുന്നത് സ്ലോ മോഷൻ നടന്നിട്ട് പെട്ടെന്ന് 20ആയപ്പോൾ നമ്മൾ ആ സമയം വീഡിയോ എടുത്താണ്. പക്ഷെ പകുതി എത്തപ്പോൾ നിന്നുപോയി. അതാണ് എടുക്കാൻ പറ്റാറുന്നത്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാമത്തെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ സിൽക്കിൻ്റെ സാധനം ഇട്ട് ഇങ്ങനെ വെക്കണ്ടല്ലേ. അത് കളിക്കും. അത് ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷെ എൻ്റെ വാപ്പി പാടും. വാപ്പിയുടെ കൂട്ടുകാരന്മാരൊക്കെ വന്നല്ലേ. പക്ഷെ ഇങ്ങോട്ടേക്ക് നീങ്ങിക്കുക എന്താ പറയാൻ വന്നേ? ഞങ്ങൾ പുതിയൊരു ഞങ്ങൾ ഇരുന്നിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അതല്ല തുടരടിയുള്ള ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒന്ന് അപ്പം ഞങ്ങൾക്ക് കാണിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പറ്റാത്തതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പം പറ്റാവുന്നതൊക്കെ പോവാം. അപ്പം നമുക്ക് നേരെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ വീഡിയോ നേരെ കിട്ടുള്ളേ. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാനല്ല, എൻ്റെ കസിനായിട്ടുള്ള ഇവളാണ്. അപ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കിയ ഒരു വീടാണ്ടെ. ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയ അവിടെ ഉണ്ടാക്കിയ വീടിൻ്റെ കോലം നോക്കി ഗായ്സ്, കണ്ടാ എന്ത് വൃത്തിക്കുണ്ടായതാണ്. നമ്മുടെ ആ വീട്ടിൽ വെച്ചാൽ ആകൂലേ, അവനാണ് നശിപ്പിച്ച ഈ ഒരു കോലാക്കി മാറ്റിയത്. ഞങ്ങൾക്ക് പുതിയ വീട് കാണിച്ചു തരണ്ട്. വീടല്ല ഒരു കുഞ്ഞു സ്ഥലം പറ്റുന്ന പോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീട് കാണാൻ ഇഷ്ടമല്ലാത്തവരാണ് കാണണ്ട. കാണാൻ ഇഷ്ടമുള്ള മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. 3, 2, 1 go. ഇതാണ് ഞാൻ കാണിച്ചു തരാം ഫുള്ളായി. താത്തടി ഉള്ളേ ഫസ്റ്റ് തന്നെ ഉൾഭാഗം കാണിച്ചു തരാം. ഇതൊക്കെ നല്ല കവർ ചെയ്തൊരു സാധനമാണ്. വെളുക്കത്തെ സ്പോഞ്ച് ആണുള്ളത്. നല്ല രസമാണ്. ഇത് ഞങ്ങൾ തന്നെ തുന്നിയെടുത്താന്ന് പറയാം. കാണിക്കടൂല്ലേ, കണ്ടാ നല്ല സോഫ്റ്റ് ആണ്. ഐസ് കണ്ടാ എന്ത് സോഫ്റ്റാന്നൊക്കെ. പിന്നെ അടുത്ത സാധനം വോള് ഞങ്ങൾ എന്താ വെച്ചാൽ ഉടുപ്പിച്ചെന്നൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ ഇതൊക്കെ ആയിപ്പോയി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വാ. കണ്ടാ ഇവിടുത്തെ ഞങ്ങൾ ഇതേക്കണ്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇവിടുത്തെ ഞങ്ങൾ ചെരുപ്പ് ഊരാനൊക്കെയും തുടയ്ക്കാനും. ചെരുപ്പ് പോയി ഞങ്ങൾക്ക് രണ്ടിരിക്കും വേണ്ടിയാ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് 3 ഇരിക്കും. പിന്നെ ഇവിടെ അതേപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ ടെസ്റ്റ് സ്ഥലം എന്താന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ ഒരു ഫുൾ റിക്കവർ ഞാൻ കാണിച്ചു തരാം. റിക്കവർ എന്ന് വെച്ചാൽ ചിലവർക്ക് അറിയായിരിക്കും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ കയറി എങ്ങനെയാണ്. ഫസ്റ്റ് ഇത് താത്തേക്കാക്ക് ഇങ്ങനെ ആക്കുന്നില്ല. ഫസ്റ്റ് ഇത് ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇന്നത്തെ ഇവിടെ വാ, ചെരുപ്പ് വെക്കും. അതിനത് ഇവിടെയാണ് നമ്മളിങ്ങനെ തുള്ളി കളിക്കില്ല. ആ സൈഡാക്കാനാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനെ തുടയ്ക്കും. കയ്യിലപ്പൊടി ആവില്ല, കാലപ്പൊടി അവിടെ എന്നിട്ട് നേരെ ഇതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ ഇരുന്ന് കുറേ സാധനങ്ങളൊക്കെ സംസാരിക്കും. അപ്പം നമുക്ക് വൈകണ്ടാവും. നമുക്ക് നേരെ പറഞ്ഞാലോ. ബൈ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത് കാണിക്കാനല്ല, ഞങ്ങൾ ഇങ്ങനെ പ്രീതകഥകളൊക്കെ പറയാൻ പോവാണ്. ഞങ്ങളുടെ റിയൽ ലൈഫിൽ ഉണ്ടായതാണ് അല്ലേ, റിയലായിട്ട് ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം അല്ലേ. അതെ അതല്ല, ഞാൻ പറയട്ടെ. ഇങ്ങനല്ല, നമ്മൾ ഈ ഒരു ഈർക്കിൽ ഞാൻ ഓരോന്ന് ഒടിച്ചിടാം. 2 എണ്ണം ഉള്ളൂ, 2 പേരുള്ള അതിലൊരെണ്ണം തൊടുമ്പോൾ അത് പണിഷ്മെൻ്റ് ആയിരിക്കും. ഒരെണ്ണം തൊടുമ്പോൾ അത് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ഒച്ചയ്ക്ക് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇടാം അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ
മതി ഒന്നേരം. ഏയ് ഇനി വേണ്ട, 2 മതി. നമ്മൾ 2 ഇനി വേണ്ട, 4 ആക്കാം. ഇനി എടുക്കല്ലേ, അങ്ങനെ വെക്കില്ലേ, മതി. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കാം, അതിനിട്ട് നീ എടുത്തോ. എൻ്റെ ഫസ്റ്റ് ഞാൻ പണിഷ്മെൻറ്റ് ചെയ്യാൻ എന്നിട്ടാണ് ഇവള്. അപ്പോൾ ചെയ്യല്ലേ, 3, 2, 1 എടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടില്ല, ഞങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളൂ. ഇതിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കാരനോട് ചോദിച്ചിട്ട് അറിയാം ഇതിലെന്താ ഉള്ളതെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ആ പൊട്ടിപ്പലിനെ വിടില്ല, ഞങ്ങൾ നേരത്തെ കാണിച്ച ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇവളുണ്ടാവില്ലേ, ഇവളിവിടെ നീ ഉണ്ടാവരുത്, നീ അതിൻ്റെ അവിടെ ഇരുന്നോ. ഒച്ചക്ക് ഇങ്ങനെ കഥ പറയണം, നല്ല പേടിയായിട്ടുള്ളൊരു കഥ. അത് കേട്ട് പേടിക്കണം, എല്ലാം പഠിക്കണം. നീ ആ മറ്റേ അവിടെ ഇല്ല, ബ്ലാക്ക് ഇത് അതിൻ്റെ ബാക്കിൽ നിന്നാൽ മതി, ബാക്കിൽ എല്ലാ സൈഡിൽ നിന്നാൽ മതി. നീ വേണമെങ്കിൽ കേൾക്കാൻ വേണ്ടി നോക്കിക്കോ, അങ്ങനെ ചെയ്താൽ മതി. പനിഷ്മെൻറ്റ് കഴിഞ്ഞതാണ് ഇങ്ങനെ ഓടിച്ച് കളിയാം. അപ്പോൾ അങ്ങനെ ഇതാണ് ഇക്കാക്ക പറഞ്ഞിട്ടുള്ളത് അല്ലേ. അങ്ങനെ ചെയ്യാം. എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്, കാരണം എനിക്ക് അങ്ങനെ ചേഞ്ച് ഇഷ്ടം. എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം എനിക്ക് ഒച്ചയ്ക്ക് ഇങ്ങനെ കഥ പറയുന്നത്. സാധാരണ ഞാൻ ഇവരുടെ ഒക്കെ കൂടി വിളിച്ചാണ് ഇങ്ങനെ പ്രേതകഥകളൊക്കെ പറയാൻ കാണാറുള്ളത്. പക്ഷെ ഒച്ചക്ക് നീ ചെയ്തിട്ടില്ല, ഒച്ചക്ക് നീ ചെയ്യുകയാണെങ്കിൽ ശബ്ദം കേൾക്കൂല എന്തില്ലേ, അപ്പം എനിക്ക് പേടിയാവും. മാത്രമല്ല ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് ഒച്ചക്ക്. അപ്പോൾ ആ സനുലയുടെ കൂടെ പൂച്ച എന്ന് നോക്കിക്കൊണ്ടിരുന്നേ. മനുഷ്യൻ ഇങ്ങനെ ഉണ്ടും വിട്ടുന്നു പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മ്യാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും അടുത്ത് നോക്കിയപ്പോൾ ഒരു പൂച്ചയാണ്. പൂച്ചയുടെ തൂങ്ങിക്കുന്നതായിരിക്കുന്നു. ഞാൻ അടുത്ത് കുഞ്ഞി പൂച്ച കേട്ടോ, കുഞ്ഞിപ്പൂച്ച അല്ല, ഇവരുടെ പൂച്ച. ആ ഇവൾക്കുണ്ട് ഡുണ്ടുപൂച്ച. എൻ്റെ പൂച്ച, ഞങ്ങളുടെ പൂച്ചേൻ്റെ ഭർത്താവ് അല്ലേ, കിസ്സാണ്. 2 ലവ്വിലായിരുന്നു. കിസ്സല്ലേ, നോക്കിയപ്പോ വൈകാതെ നമുക്ക് ചലഞ്ചിലേക്ക് എടുക്കണ്ടേ. വാ നമുക്ക് ചെയ്യാം ഗൈസ്. എനിക്ക് ഉച്ചക്ക് കഴിയാണ്ട് ഭയങ്കര പേടിയുണ്ട്. നീ അവിടെ നിന്നാ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നോ, കേൾക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളാണോ അവിടെ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ മതിയില്ലേ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ മതി. കാരണം ഇത് ഇച്ചിരി ബോറായിട്ടുള്ളതാണ്, അവിടെ ഒരു രസമൊന്നുമില്ല. ആൾക്കാർ കാണും, ആൾക്കാരാണെന്ന് എനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നല്ല, അവർ കണ്ടിരുന്നത്. അപ്പോൾ പറയാം, ഒരു ദിവസം ഒരു സ്ഥലത്ത് നീലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ഒരു അതല്ല ഉണ്ടാക്കി സ്റ്റോറി അല്ലല്ലോ, ഇവിടെ ഒരു പേപ്പർ ഇരിപ്പുണ്ട്, ആന ഇവിടെ ഒട്ടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, അവസാനം കാണിച്ചു തരാം. പ്രാണി പോറാണ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലോ, ഞാൻ അവിടെ ഒട്ടിക്കാല്ലേ, വേണ്ട അവിടെ തന്നെ ഉള്ള അങ്ങോട്ട് നോക്കിയാണ്ട പറയണ്ടേ. ഒരു ദിവസം ഒരു പെൺകുട്ടി, നീലി എന്ന് പറഞ്ഞുള്ള ഒരു പെൺകുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ. അങ്ങനെ ആ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് അവൾക്ക് ഭയങ്കര വിഷമം. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അവളുടെ അമ്മയ്ക്ക് എന്നും മേക്കപ്പ് പരിപാടിയാണ്. അവളുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര ദേശക്കാരനാണ്. ഒരു ദിവസം അമ്മ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു, അവർ ചോദിച്ചു, നീലി എനിക്ക് ദാഹിക്കുന്നു, ഒരു കപ്പ് ചായ എടുത്തുകൊണ്ട് പോവാ, എത്ര നേരമായി, എനിക്ക് 1 മണിക്കൂർ വേണം ഒരു കപ്പ് ചായ ഉണ്ടാകുന്നില്ല. അങ്ങനെ അവൾ ദേഷ്യം വന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ അവൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 24 മണിക്കൂർ മേക്കപ്പില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യണ്ടേ എന്ന് അവർ തിരിച്ചു പറഞ്ഞു. അങ്ങനെ 2 തമ്മിൽ അടിയായി. അപ്പം അതിൻ്റെ കാലത്താണ് നീലി എന്ന് പറഞ്ഞാൽ അവരുടെ കൊച്ചുമകൻ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഇത്ര വലുതാണ് അവരെങ്ങനെ ക്ലാസ്സിൽ 1ാം സമ്മാനം കിട്ടിയ പ്രൈസും കൊണ്ട് ഓടിയത്. അമ്മേ എനിക്ക് സമ്മാനം കിട്ടി എന്ന് പറയും. പക്ഷെ അമ്മ അതും കണ്ടോ, ഒന്ന് പെണ്ണെ, ഇതിനിടയ്ക്ക് ഒരു ആനക്കാര്യത്തിന് എനിക്കൊരു ചേനക്കാരൻ പോകരുത്. അപ്പം അവൾ കരിഞ്ഞുകൊണ്ട് ആ ട്രോഫി എടുത്ത് അച്ഛന് അമ്മേനെ ചീത്ത പറഞ്ഞു. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛാ എനിക്ക് സമ്മാനം കിട്ടി. അങ്ങനെ അച്ഛനും അതേ പറഞ്ഞു, ഒന്ന് പോവുള്ളേ, ഒരു ഗ്ലാസ് ചായ ഇട്ടാനിട്ട് തന്നിട്ടില്ല, അപ്പോൾ നിൻ്റെ ട്രോഫി പോ പെണ്ണേ. അങ്ങനെ ആ കൊച്ച് ഭയങ്കര കരച്ചിലായി. അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞു അന്ന് നമുക്ക് പിരിയാം
എന്നിട്ട് 2 പീരീഡ് മോള് കാര്യം ഉണ്ടായില്ല. അങ്ങനെ മോള് ആത്മഹത്യ ചെയ്ത് ആ ബാത്റൂമിൽ നിന്ന് ഷവറിൻ്റെ മേലിൽ നിന്ന് കൈ മുറിച്ച് ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ഇടക്കാണ് അങ്ങനെ അവളുടെ പ്രേതം ആ ബാത്റൂമിൽ ഷവറിൽ വീണു. ഒരു ദിവസം അവർ 2 പേര് താമസിക്കാൻ വന്നു. അവരുടെ വേലക്കാരിയുണ്ട്. പക്ഷെ ആ ഷവറിൻ്റെ ഇടയിൽ രക്തം ഓടുന്നു. കൈ വെക്കുമ്പോൾ ചൊറിയുമായിരുന്നു. അങ്ങനെ അവർ പകൽ കുളിക്കാൻ വേണ്ടി അവൻ വാ ഫ്രണ്ട്സ്, എൻ്റെ ഇത് കഴിഞ്ഞു. എനിക്കെന്നെ പേടി കേട്ടോ. ഇതിലാണ് ഉണ്ടാക്കി പറഞ്ഞ ശരിക്കും നടന്നാണ് ആണല്ലേ. ചലഞ്ചിൻ്റെ കൊമ്പ് എവിടെ? ഇനി 2 എണ്ണം കൂടി ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞ് തന്നെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിർത്തും കാരണം നമുക്ക് സമയമായിട്ടുണ്ട്. 2 സ്റ്റിക്കും കൂടി ഉള്ളൂ. ഒരെണ്ണം കൂടി എടുക്ക്. ഇതെല്ലാം ഏതാ വേണ്ടേ? അതാ വേണ്ടേ? നീ ഒച്ചക്കിരുന്ന് പ്രേതത്തിനോട് സംസാരിക്കുന്നുള്ള ആക്ഷൻ ചെയ്യണം. എന്നിട്ട് ആ പ്രേതം കയറ്റി പിടിച്ച് നിൽക്കണ പോലെ ആക്ഷൻ ചെയ്യണം. എന്നിട്ട് നീ എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ്. അപ്പോൾ ഇവളുടെ കാര്യം അവൾ ചെയ്തോളും. ഞാൻ പോട്ടെ. അപ്പോൾ ബൈ ബൈ. പിന്നെ എനിക്ക് നടുവേദന എടുക്കും ഗൈസ്. എൻ്റെ ഒരു കൊച്ച് സ്കൂളിൽ നിന്ന് എന്നെ തള്ളിയിട്ടതാണ്. ഞാൻ സ്റ്റഡി ചെയ്യാൻ പോകട്ടോ. വേദം എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ആരുമല്ല നിങ്ങൾ. പിന്നെ എന്താ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ കിടന്നൊക്കെ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ ഭയങ്കര പേടിയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കല്ലേ പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാലെങ്കിലും പിടിക്കാം. അയ്യോ നിൽക്കണ്ടേ? അയ്യോ നിൽക്കണ്ടേ? ഞാൻ ഇവിടെ കിടക്കും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ റൂമല്ലല്ലോ, ഞങ്ങളുടെ അല്ലേ. ഇനി എൻ്റെ റൂമിൽ വന്നു ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാം. ഇവിടെ CCTV ക്യാമറയും വെക്കില്ല. പിന്നെ ഇവിടെ ഒരു സൈൻറ്റിൻ്റെ ഇതും വെക്കില്ല. അപ്പം നിങ്ങളിവിടെ ഓടിപ്പോ. ടൈം ഉണ്ടായി. ഇവളുടെ പെട്ടെന്നൊന്നല്ല, എൻ്റെ ഇതിൽ ടൈം വെച്ചിട്ടുണ്ടല്ല, മറന്നുപോയി. ഇവളുടെ ടൈം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയല്ലേ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചലഞ്ചാണ് ഇതല്ലേ? ഞാനായിട്ട് പറയണുണ്ട്. ഞാൻ പറഞ്ഞു. അയ്യോ 2 എണ്ണം കൂടി ഉണ്ട്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു വലുതാണ്. ഇതെന്താണെന്നറിയോ? എനിക്കറിയാം. എടി ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു. എനിക്ക് വെൾക്കറേസ്. അതെന്താന്ന് വെച്ചാൽ ചാർലിനെ വിളിക്കുന്ന ഒരു ആക്ഷൻ ചെയ്യണം. എന്നിട്ട് പ്രേതത്തിനടുത്ത് പറയണേ നിങ്ങൾ എന്നെ കൊല്ലുമോ? എന്നിട്ട് അവരെന്നെ കൊല്ലും. അതാണ്. പൊക്കോ. ടൈമർ വെക്കുമ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ടൈം സ്റ്റാർട്ട് നൗ. ചാലി പ്ലീസ് കം. വീർക്കിൽ വെക്കാം. പ്ലീസ് ചാലി അരുഹ. ചാലി നിന്റെ പേരെന്താ? എന്നെ കൊല്ലരുത്. ഞാൻ അതിനല്ല. എനിക്ക് എൻ്റെ എക്സാം പേപ്പർ ഒന്ന് ഒപ്പിട്ടായിരുന്നു. എൻ്റെ അമ്മ അച്ഛനും എൻ്റെ ശീതം പ്ലീസ്. ഇല്ലേ പിന്നെന്തിനാ വന്നേ? ചോര കുടിക്കാൻ. എന്റെ ചോര കുടിക്കല്ലേ, ഞാൻ പാവം. അതിന് നടന്ന നീ എന്തിനാദ്യം വെച്ചോണ്ടെന്ന് ഞാൻ നിന്നെ കൊന്നിട്ടേ പോകും. എന്നെ ഒന്ന് ചെയ്യലേ.
ഞാൻ പാവം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നേ. വീഡിയോ കൂട്ട് ഇവിടെ CCTV ക്യാമറ ഉണ്ട്, നിങ്ങളെ പിടിക്കും. ഭൂതത്തിന് അങ്ങനെ അടി CCTV ക്യാമറ കാണാൻ. അയ്യോ തെറ്റി, പ്രേതങ്ങൾ കാണാൻ പറ്റില്ല. ഗായ്സ് എന്നെ രക്ഷിക്കണം പ്ലീസ്. സോറി സോറി. നിങ്ങൾ പോമാ. ചാളി ഗോ, ചാളി ഗോ. കൊന്നോട്ടോ. കഴിഞ്ഞെന്ന് എനിക്കറിയാം, അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞേ. അത് ഞാൻ പറയൂല. നേരത്തെ ആ ശബ്ദമല്ലേ അത് റിയൽ ആയിട്ട് ഉണ്ടായതല്ലേ ഞാൻ സംസാരിച്ച. ലാസ്റ്റത്തെ ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞു. ഞാൻ ഉണ്ടാക്കിയത് എന്നാ ഇത് വൈൻഡപ്പ് ചെയ്താലോ? ഞാൻ വരാം. വൈൻഡപ്പ് ചെയ്യാം കാരണം കുറേ സമയം കുറേ ഇതായിപ്പോയി. കാരണം ഞങ്ങൾ ഇച്ചിരി ലോങ് എടുത്തു. അപ്പം എല്ലാവർക്കും ഇങ്ങോട്ട് വാ. ബൈ ബൈ. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമുള്ളവരാണെങ്കിൽ കാണണ്ട, ക്യാൻസൽ ചെയ്യരുത്, അത്ര തന്നെ. അപ്പം എല്ലാവർക്കും